CPCRI കൃഷി വിജ്ഞാന കേന്ദ്രയുടെ നേതൃത്വത്തിൽ പള്ളിക്കര അരവത്ത് കരകൃഷിയിൽ മികച്ച നെല്ലിനങ്ങൾ പരീക്ഷിക്കുന്നതിനായി വിത്തിറക്കി. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. അരവത്ത് പൂവാണംകുഴി ക്ഷേത്രത്തിലെ 6 ഏക്കറോളം സ്ഥലത്താണ് വൈശാഖ്, സംയുക്ത എന്നീ വിത്തിനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കിയത്. ചുരുങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ ഉൽപാദനം ലക്ഷ്യമിട്ടാണ് പുതിയ വിത്തിനങ്ങൾ പരീക്ഷിക്കുന്നത്. 120 ദിവസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. അരവത്ത് കൂടാതെ കരിച്ചേരി, പുത്തികൈ പഞ്ചായത്ത് എന്നിവിടങ്ങളിലും കൃഷിയിറക്കും. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ഒരു പൊതുനയത്തിന്റെ ഭാഗമായി പറയുന്ന കാര്യങ്ങളാണ്. അതിനനുസരിച്ചുള്ള സമീപനം പലപ്പോഴും നമുക്ക് നടപ്പിലാകുന്ന പ്രായോഗിക രംഗത്ത് കൃഷിക്കാർക്ക് ഉറപ്പ് കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന വളത്തിന് ഇപ്പോൾ വില വർദ്ധിച്ചു, കാര്യമായി വർദ്ധിച്ചു. 25% വർദ്ധിച്ചത്. 400 ചില്ലറ രൂപ വിലയിലെ ഫാക്ടർ 2020 ഇപ്പോൾ 570 രൂപ വിലയായി. കൃഷിക്കാരൻ്റെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ജൈവ കൃഷിയിലേക്ക് കടക്കണമെന്നുള്ള നിലയിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. എങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ ജൈവ കൃഷിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസം കൃഷിക്കാരെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമുക്കത് ചില പ്രതിബന്ധങ്ങൾ കൃഷിക്കാരെ സംബന്ധിച്ചുണ്ടാവുന്നുണ്ട്. ഈ വലിയ തോതിലുള്ള വിലക്കയറ്റം, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾക്ക് പലപ്പോഴും ആവശ്യമായ നിലയിൽ മാർക്കറ്റ് ലഭിക്കാത്ത കാര്യങ്ങൾ പലപ്പോഴായി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിലും കൂടി ഒരു ശ്രദ്ധ ഉണ്ടായാൽ കാർഷിക മേഖലയിലേക്ക് ആളുകൾ കടന്നു വരും എന്നുള്ള കാര്യം തർക്കമില്ല. പിന്നെ മറ്റൊരു കാര്യം പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃഷിയെ ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തിക്കൊണ്ടുള്ള സമീപനം സ്വീകരിച്ചാൽ കൃഷി ഒരിക്കലും നാട്ടിൽ നടത്താൻ ഈ കാലഘട്ടത്തിൽ ആളുണ്ടായിരുന്നു. കാരണം തൊഴിൽ എടുക്കാൻ പോലും ആളില്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ കൃഷി എല്ലാവരും അവരവരുടെ ഒരു അത്യാവശ്യ വസ്തുവായി കണക്കാക്കി ഉൽപ്പന്നം നമുക്ക് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഒരു സമീപനം സ്വീകരിക്കണം. അതല്ലെങ്കിൽ നാട്ടിൽ ഉൽപ്പന്നങ്ങളില്ലാതെ മറ്റ് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മാത്രം ആളുകൾ പണിയെടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയൻ പനയാൽ അധ്യക്ഷത വഹിച്ചു. CPCRI പ്രോഗ്രാം അസിസ്റ്റന്റ് കെ മണികണ്ഠൻ പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് നഫീസ, ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് ശിവരാമൻ, M കരുണാകരൻ, VV സുകുമാരൻ, പാടശേഖര സമിതി പ്രസിഡന്റ് കോരൻ എന്നിവർ സംസാരിച്ചു. തച്ചങ്ങാട് ഗവൺമെന്റ് സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബിലെ വിദ്യാർത്ഥി അധ്യാപകർ സംബന്ധിച്ചു.